ആ നമ്മളിവിടെ അണ്ടർഗ്രൗണ്ടിൽ ശരിക്കും ഇവിടെ മൂടി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അടിയിലൊരു സ്റ്റെപ്പ് ഉണ്ട്, അതിനുള്ളിൽ കൂടി ഒരു വഴി കാണുന്നുണ്ട്, അങ്ങോട്ട് അടച്ചു വെച്ചിരിക്കുന്നുണ്ട്, പോകാൻ പറ്റില്ല. എനിവേ അതിനുള്ള രഹസ്യ തുരങ്കങ്ങൾ ഇതിനുള്ളിലുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, കാണാൻ പറ്റില്ല. പിന്നെ കുറേയൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടാവാം. അതെ അതെ അതെ, വർഷങ്ങളായില്ലേ. ഇന്ന് നമുക്ക് 9 ഇത് പത്തല്ലേ, എത്ര മുതലാണ് ഉള്ളത്? ഇനി കഴിഞ്ഞില്ലേ? ഇല്ലല്ല, ഒന്നുമില്ല, അവിടെ വരെ 1 വരെ ഉണ്ട്. ആ 1 വരെ ഇല്ല, 1 to 10 ആണ്. ബാക്കിയുള്ള നമ്മൾ കണ്ടല്ലേ. 34. ആ 34 അങ്ങനെ തോന്നുന്നു. ഇത് കേവ് നമ്പർ 8. അപ്പോൾ 9 എവിടെ? 9 ഇല്ലേ? ഇതാ ഇവിടെ. അവരെങ്ങനെ അവരെത്തി? ഓ ഇതിൽ കയറി പോകണം, അങ്ങനെയല്ലേ അവരവിടെ എത്തി? ഇതിനുള്ളിലൂടെ കയറി പോവാം. ഇത് കംപ്ലീറ്റ് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ്. നമുക്കിവിടെ അതിനുള്ളിൽ കൂടെ പോവുകയാണെങ്കിൽ വഴിയുണ്ട്. അവിടെ എല്ലായിടത്തും പോലെ തന്നെ ബുദ്ധൻ്റെ പ്രതിമയാണ്, പക്ഷെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ. പക്ഷെ അവരെങ്ങനെയാണ് അതിൽ പോയത്? ഇതിനുള്ളിലൂടെ വവ്വാലാണല്ലോ, അവരെങ്ങനെ പോയി അങ്ങോട്ട്? ഓ ഇതിനൊക്കെ ഉണ്ടാവും 8. ഓ ആ ചേച്ചിമാരൊക്കെ അവിടെ എത്തി. പക്ഷെ ഇവിടെ സ്റ്റെപ്പില്ല. ഇതിന് മേലൂടെ 7 ഉണ്ടല്ലോ. 7 ഇത് കേവ് നമ്പർ 7. അത് തുറന്നിട്ടില്ല. 6 ഓ 6 to 9.6. 6 to ഓ ഇതാണ് നമ്മൾ കയറി പോകേണ്ട വഴി. കുറച്ചുകൂടെ എന്തോ ഉണ്ടല്ലോ, അത് കയറിപ്പോട്ടെ. ദ്വാരപാലകൻ്റെ സ്ഥലമാണെന്ന് തോന്നുന്നു. സെക്യൂരിറ്റി ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ നോക്കാൻ, പ്രത്യേകിച്ച് ശത്രുക്കളൊക്കെ വരുന്നുണ്ടോ? അല്ല നമ്മൾ കേവ് നമ്പർ 7 പോവാം. 7 തുറന്നിട്ടില്ല. ഓ 7 തുറന്നിട്ടില്ല, എന്നാൽ 6 പോകണ്ട. അതെനിക്ക് സോനജ് ബാബുവിനൊരു അബദ്ധവും പറ്റി. അവിടെ നിന്ന് നല്ലൊരു ചേട്ടൻ മന്ത്രം ചൊല്ലുന്നുണ്ടായിരുന്നു, അതങ്ങ് പോയി ഷൂട്ട് ചെയ്തു. ആ ചേട്ടൻ അവിടെ സ്പോട്ട് വെച്ച് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് 17 മിനിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു. അത് ആയതിനാൽ കുറച്ചധികം ഇൻഷോട്ടിലിട്ട് എഡിറ്റ് ചെയ്ത് കുറച്ച് സമയം പോയി എന്നുള്ളതല്ലാണ്ട്. വീണ്ടും ബുദ്ധൻ. പക്ഷേ ബുദ്ധൻ്റെ ആ ഒരു പോർഷനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നശിപ്പിച്ച് കളയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മൂക്കൊക്കെ പൊട്ടിച്ച് കളഞ്ഞാണ്, ഒരിക്കലും അല്ലെങ്കിൽ തന്നെ പോകില്ല. അത് അത്ര സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. വാ അതേപോലെ ഹാള്, ഇതൊക്കെ മെഡിറ്റേഷൻ ഹാളുകളാണ് അല്ലേ? അറകൾ മെഡിറ്റേഷൻ ഹാളുകൾ. അതിനുള്ളിട്ട് ഇത് നോക്കുക, കാലിഹറയാണോ മനോട്ടാ കാണിക്കുന്നത്? സൂം ചെയ്ത് കാണിക്കണം അല്ലേ? ക്യാമറ പിടിക്കാൻ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് അതിനെ. എവിടെ അങ്ങനെയൊന്നുമില്ല, പോയി നോക്കണം. അത്രയ്ക്ക് സൂം ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ അടുത്ത ഇനി അപ്പുറത്തേക്ക് പോകണമെങ്കിൽ അതിലെ വഴിയില്ല, നമ്മളിതിന് മുകളിൽ കൂടെ തന്നെ 2ാം നിലയിലൂടെ തന്നെ പോകണം. ഇതൊക്കെ മെഡിറ്റേഷൻ ഹാളുകളാണ്, എല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കും. കേവ് നമ്പർ 6 5 5 6 5. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട ഗുഹകൾ പോലെ തന്നെ ഉണ്ട്. ചേഞ്ചസ് ഹിയർ. അവിടെ ഓ ഇതാണ് മ്യൂസിക്കൽ ഹാള്. ആണോ? അല്ലല്ല, ഇത് ഭക്ഷണം അങ്ങനെ കഴിക്കണവരുടെ എന്തായാലും ഹാളാണിത്. ഡൈനിങ് ഏരിയ ആണോ പറഞ്ഞ പോലെ? ആവാം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ
ഇൻസ്ട്രുമെൻസ് ഇങ്ങനെ നിരത്തി വെക്കുന്നതാവാം. ഇൻസ്ട്രുമെൻസ് പാട്ട് കച്ചേരി നടത്തുന്ന. പക്ഷെ അത് എത്ര എങ്ങനെ എന്തിനാ ചെയ്യുന്നത്? എല്ലാം വേണോട്ടോ. ബുദ്ധനല്ല അവിടെ ഇരിക്കുന്നത്. അല്ല അതെല്ലായിടത്തും ഉണ്ട് ബുദ്ധൻ. പാട്ട് കച്ചേരിയല്ല, വേറെ എന്താ? ഇതൊക്കെ എനിക്ക് തോന്നുന്നത് വളരെ വൃത്തിയും നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തായിരിക്കും. ഇതിപ്പോൾ പിന്നീട് കാലപ്പഴക്കം കൊണ്ട് പോയതായിരിക്കണം. അതിങ്ങനെ ആവണം. പൊളിഞ്ഞടങ്ങി. ഇവിടുന്ന് സൂം ചെയ്യാൻ പറയരുത്, കാരണം കിട്ടൂല. ഒരു പ്രാവശ്യം സൂം ചെയ്യാൻ പറഞ്ഞപ്പം എന്താ പറയുക, സോണജി ബാബുവിൻ്റെ ഈഗോ ഹർട്ട് ചെയ്ത്. ഇടയ്ക്കിടയ്ക്ക് ഈഗോ ഹർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഈഗോ ബൈ. ഇത് വലിയൊരു ആളാണ്. ആളാണെന്നാണോ ആളാണെന്നാണോ? ആൾ ആണ്. അതിനിടെ ഒരാളെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കൺഫ്യൂഷൻ ഉള്ള. അയ്യോ, അങ്ങനെ ഇവിടെയൊക്കെ മെഡിറ്റേഷൻ ആളുകൾ, ചെറിയ ചെറിയ പോർഷൻസ് അതിൻ്റെ ഉള്ളിൽ കയറുന്ന മെഡിറ്റേറ്റ് ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ പ്ലേസ്. അപ്പോൾ ഇത് അടുത്തത് ഇതൊക്കെ അടിച്ച് പൊളിച്ച് കളഞ്ഞു തന്നെ നമുക്ക് ഇസ്ലാം ബുദ്ധൻ്റെ കാലടിച്ച് പൊളിച്ചിട്ടുണ്ട്. കുറേ പ്രതിമകൾ ഇവിടെ തകർക്കപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? കുറേ ഒന്നും പറ്റില്ല. ഈ കാണുന്ന ഹുക്ക് പോലത്തെ സാധനമല്ലേ കാണിച്ച്, എല്ലായിടത്തും ഉണ്ട്. നമ്മളാ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചു, പുള്ളി പറഞ്ഞത് അന്നത്തെ കാലത്ത് കറണ്ടില്ലല്ലോ, പന്തം കുത്തി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഗതിയാണെന്ന് പറയുന്നത്. അതിപ്പോൾ എല്ലായിടത്തും കാണാം. നമുക്ക് മനസ്സിലായി അത് പന്തം കുത്താനുള്ളതാണ്. ഞാൻ കേവ് നമ്പർ 4 എത്തി. നമ്മളിപ്പോൾ കഴിഞ്ഞു. ഇവിടെ ഒരു മെഡിറ്റേഷൻ പ്ലേസ് ആണ്, ഓപ്പൺ മെഡിറ്റേഷൻ. നോക്കിയിരുന്നു, പ്രകൃതിയിലേക്ക് നോക്കിയിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം. ഇവിടെ അതെ ഒരു മെഡിറ്റേഷനുള്ള പ്ലേസാണ്. എത്രമാത്രം ബുദ്ധിസം ഇന്ത്യയിലുണ്ടായിരുന്നു, അല്ലെ ഏഷ്യയിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. കേവ് നമ്പർ 3. കേവ് നമ്പർ 3ലും 1 മുതൽ അങ്ങനെ ഫുള്ള് ഇവിടുത്തെ ഫ്ലോർ മാത്രം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ കണ്ടു. അത് മാത്രം പോയിട്ടില്ല, ബാക്കിയെല്ലാം എല്ലാം കുറേയൊക്കെ തകർക്കപ്പെട്ടുള്ള നിലയിലാണ് ബുദ്ധൻ ഇരിക്കുന്നത്. നേരത്തെ മുതൽ ബുദ്ധൻ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു അവർ തകർക്കാൻ. കുറേയൊക്കെ ഇടിച്ച് നോക്കി, കുറേ സ്ഥലത്ത് ഇടിച്ച് പാടൊക്കെ ഉണ്ട്, പൊട്ടിയിട്ടില്ല. അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഇതായിരുന്നു തോന്നുന്നു. പക്ഷെ കാലൊക്കെ അടിച്ച് പൊളിച്ചു. വളരെ കഷ്ടപ്പെട്ടാണ് കുറേ ആളുകൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ട് ബുദ്ധിസം ഇല്ലാതാക്കി എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ബുദ്ധിസ്റ്റുകളുടെ പഞ്ചശീലങ്ങളിൽ ഒന്നിനെയും കൊല്ലരുത്, അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുമ്പോൾ ഇവരൊന്നും ചെയ്യില്ലാത്തത് കൊണ്ട് ഇവർ ചെയ്യാനും എളുപ്പമാണ്. അതെ, മിതവാദമാണ്. 2 എന്ന നമ്പറിലേക്ക് നമ്മളെത്തി. നമ്പർ 2 പോണോ? എന്താണിത്? മുന്തിരിങ്ങയോ? കല്ലോ? കല്ല് ആരോ കല്ല് കൊണ്ടിട്ടതാണ്. ഇതും അതും കുറച്ചുകൂടി നല്ല വൃത്തിയുള്ളൊരു ഹാളാണ്. സ്ട്രക്ചറിനും അതിൻ്റെ തൂണുകളൊക്കെയാണ് അപാരമായിട്ട് കുത്തിയെടുത്തിട്ടുള്ളത്. ഇവിടുത്തെ പ്രിൻറ്റിൽ ചെറിയ മാറ്റമുണ്ട്, നേരത്തെ കണ്ട പ്രിൻ്റല്ല. പ്രിൻറ്റിങ് അല്ല അതിലൊരു ഇവിടെയും ബുദ്ധൻ തന്നെ ഇരുട്ടത്തിൽ കാണില്ല. വലിയ ബുദ്ധനാണ്. ഒരു വലിയ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ് എന്ന് വിചാരിക്കും. ഇത് കഴിഞ്ഞാൽ ഇവിടെയും എന്താണ് വാട്ടർ ഫില്ലിങ് ഏരിയ ഉണ്ട്. എല്ലാം വാട്ടർ ഇവർ സൂക്ഷിക്കുന്ന ഈ ഒരു ഏരിയയിലാണ്. ശുദ്ധവെള്ളം കേട്ടോ, ഇത് ശുദ്ധവെള്ളമാണ്. ഇവിടെ ആരും വേണമെന്ന് വേസ്റ്റ് ഇടുന്നില്ല. ഇവിടെ സെക്യൂരിറ്റി ചേർന്നുണ്ട് ലാസ്റ്റ് ഇരിക്കുന്നത്. അവിടെ ഡ്രിങ്കബിൾ ആണെന്ന് തോന്നുന്നു. ഇവർ പണ്ടത്തെ അവർ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതായിരിക്കണം. ഇതൊരു എംപ്റ്റി ഹാളാണ്. ഇതൊരു മീറ്റിംഗ് ഹാളായിരിക്കാം. ടീച്ചിങ്സ് ഒക്കെ ഇവിടെ ആയിരിക്കും, ബുദ്ധിസ്റ്റ് ടീച്ചിങ്സുകളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പന്തം കുത്തി വെക്കാൻ വേണ്ടിയുള്ള സംഗതികൾ മുകളിൽ കൂടെ ഉണ്ട്. ലുക്ക് അല്ലേ? അതെങ്ങനെ കാണിച്ചു? ചുമരുകളുടെ പ്രത്യേകത കാണിച്ചോ? അതായത് ഇതൊക്കെ വിളക്കത്തിച്ച് നൈറ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ടായിരിക്കണം അല്ലേ?
അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കും. ഇതൊരു എംപ്റ്റി ഹാളാണ്. ഇതാണ് കേവ് നമ്പർ 1 എന്ന് പറയുന്നത്. 1, 2 നമ്മൾ പുറകെ അങ്ങോട്ട് 13 വന്നെങ്കിൽ പോലും എന്നാലും 1 വരെ എത്തി. 1 മുതൽ 13 അല്ലേ 14 അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. അത് കംപ്ലീറ്റും ഈ ഒരു ഭാഗം ബുദ്ധിസ്റ്റ്, അപ്പുറത്തെ ഭാഗം ചൈനീസ്റ്റ്, പിന്നെ നടുക്ക് നമുക്ക് എന്താ ഉള്ളത് ഹിന്ദുസ്ഥാനി, അത് ഹൈന്ദവ, ഈ കൈലാസനാഥ ക്ഷേത്രം. ഉദ്ദേശിച്ചോ? അയ്യോ ഞാൻ പറഞ്ഞില്ല. അല്ല, കൈലാസനാഥ ക്ഷേത്രം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, കൈലാസനാഥ ക്ഷേത്രം മാത്രമല്ലല്ലോ മോനോട്ടാ, ഹിന്ദു, ജൈന, അപ്പുറത്ത് ചൈനീസ്റ്റ്, ഇവിടെ ബുദ്ധിസ്റ്റ്, ജൈൻ. വെറുതെ എന്നെ കൺഫ്യൂഷൻ ആക്കി. അതെ, അവിടുന്ന് ഇവിടെ ഒന്നും ഇല്ലെന്നാ ചേട്ടൻ പറയാം. അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. ജസ്റ്റ് വീഡിയോ കുച്ചിപ്പിനെ. ഓ, ചേട്ടൻ പറഞ്ഞു ഇനി അതിൽ നോക്കണ്ട, അവിടെ ഒന്നുമില്ല, അങ്ങോട്ട് പോകാൻ. ഗൈസ് ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞ നാട്. നമുക്ക് കൈലാസനാഥ ടെമ്പിൾ ഒന്നുകൂടെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഈ ഒരു സംരംഭം ഇവിടെ നിർത്തുകയാണ് അല്ലേ? ഇവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്. അയ്യോ, സംരംഭം നിർത്തി. അല്ല, സംരംഭം നിർത്തുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കാഴ്ചകൾ നിർത്തുകയാണ്. സംരംഭം തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ 1 മുതൽ 13 വരെയുള്ളത് നമുക്കിങ്ങനെ കാണാം. 1, 2 അതായത് 3 അല്ലേ? 3 കുറച്ചുകൂടി സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാണുന്നത്. സൂം ഔട്ടില്ല അടിക്കുന്നത് അറിയില്ല, ഞാൻ നോക്കണം. യെസ്, സൂമില്ല. 0.15 സൂമിലല്ല, സൂം ഔട്ടിലല്ല. അപ്പോൾ 4 കേവാണിത്. അവിടെ നമ്മളിങ്ങനെ കേവ്സിനുള്ളിൽ കൂടെ തന്നെ പോകണം, വേറെ വഴിയില്ല. പോയി കഴിഞ്ഞാൽ ബൈ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിച്ചു ഗൈസ്. കേവ് നമ്പർ 5 ഒരു വലിയ ഹാളാണ്. അതാണ് നമ്മൾ ഡൈനിങ് ഹാളാണെന്നൊക്കെ പറയുന്നത്. ഡൈനിങ് ഹാളല്ല കേട്ടോ, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദിസ് ഇസ് എ വെരി ബിഗ് ആൻഡ് ഇംപ്രസീവ് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി. ദിസ് മാസീവ് പില്ലേഴ്സ് ആൻഡ് പെയിൻറ്റിങ്സ് അസംബ്ലി ഹാളാണ് കേട്ടോ. ഡൈനിങ് റൂം ഓൾസോ കണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഊഹ ശരിയാണ്, അവർ ഊഹിച്ചൊക്കെ എഴുതി വെച്ചതായിരിക്കും. ആരും കണ്ടവരില്ലല്ലോ. ആരും കേട്ടവർ. ഇതിൽ നമുക്ക് എഴുതാം. അതിൽ പോയാലോ? അതിൽ നമ്മൾ പോയില്ല. അതിൽ നമ്മൾ പോയല്ലോ. ഇല്ല, അതിൽ നമ്മൾ പോയിട്ടില്ല കേട്ടോ. അതിൽ നമ്മൾ പോയിട്ടില്ല. അതാ 7ാമത്തെ കേവ് മിസ്സായി നമ്മൾ പറഞ്ഞ. ഏകദേശം സമയമാവാറായി. 6 മണിയോടുകൂടി, രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇതിൻ്റെ ഒരു സമയം. അപ്പോൾ ഒരു 3-4 മണിക്കൂറെങ്കിലും എടുക്കും. യെസ്, നത്തിങ് ഫോർ സ്പെഷ്യൽ ഹിയർ. നത്തിങ് സ്പെഷ്യൽ. ഇതിൽ നമ്മൾ വരാത്ത വഴിയല്ലേ? ആണല്ലോ. യെസ്, ഇതിൽ വന്നിട്ടില്ല. ഇവിടെ ഉണ്ടല്ലോ. എങ്കിലും ഇതുണ്ടോ, അവിടെ 9 അടിച്ച് പൊളിച്ച നിലയിലാണ്, തകർക്കപ്പെട്ട നിലയിൽ ബുദ്ധൻ ഇരിക്കുന്നു. ബുദ്ധൻ്റെ കൈ ഉണ്ടോ? എങ്ങനെയെങ്കിലും ഇതൊക്കെ തകർക്കണം എന്നുള്ള ധാരണയോടുകൂടി തന്നെ അതായിരിക്കണം. അങ്ങനെ ഇത് 9ാമത്തെ കേവ്. അപ്പോൾ നമ്മളിതിൽ വന്നിട്ടില്ല, അതിവിടെ മുട്ടിപ്പോയല്ലേ? ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ 9ൻ്റെ മേലോട്ട് കയറാനുള്ള വഴി കണ്ടില്ല നമ്മൾ പറഞ്ഞില്ലേ? ആ വഴിയാണ് ഈ വഴി. നമ്മൾ ഇറങ്ങി പോവാണ്. എന്താ പറഞ്ഞു? പെൺകുട്ടികളിൽ എടുക്കണ്ടാണ്, ലേഡീസിനെ എടുക്കണ്ടെന്ന്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ചെക്കന്മാർ മാത്രമേ ഉള്ളൂ, ലേഡീസിൽ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവന്മാർ നമ്മൾ കളിയാക്കി വിട്ടു. അങ്ങനെ കേവ് നമ്പർ 7
7 കഴിഞ്ഞ് മലയാളികളെ 4 മലയാളികളെ കണ്ടു. മലയാളികളെ കണ്ടുപിട്ടി. ഇനി അവരോട് സംസാരിക്കാൻ സമയമില്ല, കാരണം നമുക്ക് അവർക്ക് സമയം ഉണ്ടാവില്ല. അവർക്ക് സമയമില്ല, അവർക്ക് അത് മുഴുവൻ കണ്ടു തീർക്കുന്നുണ്ട്. അവരിപ്പോഴും കണ്ട് എത്തിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ കേവ് നമ്പർ ഇങ്ങനെ കേവുകളിലൂടെ നമ്മൾ ചെയ്ത് യാത്ര ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്ക് കാണുന്നത് ഒരു കൊച്ചിനെ അങ്ങനെ. ഇതാണ് നമ്മുടെ കേവ് നമ്പർ 10. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേവ് എന്ന് പറയുന്നത് ഈ കേവ് നമ്പർ 10 ആണ്. ഭയങ്കര വർക്കൊക്കെയാണ് കാണുന്നത്. ജിപ്സം ബോർഡ് വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത കാര്യമാണ് ഇത് വെച്ചിട്ട്. അത് ആ പെർഫെക്ഷനോട് കൂടി ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ 9 10 അടുത്തത് ഈ വെഹിക്കിൾ പിക്കപ്പ് പോയിന്റ് ഉണ്ട്. ഇവിടേക്ക് പക്ഷേ നമ്മളെ കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ഈ വെഹിക്കിളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. 1-2 കുറച്ച് ദൂരത്തേക്കുള്ള സ്ഥലത്ത് അവർ കൊണ്ടുപോയിട്ട് വിട്ടു, അവിടെ നിർത്തും. പിന്നെ ഇത് 9 11 ആണ്. ഇത് നമ്മൾ കണ്ടതായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇതിൻ്റെ ഓവർവ്യൂ ആണ്, എങ്ങനെയാണ് നടന്നു പോകുമ്പോൾ ഇതിനെ കാണാൻ പറ്റുക എന്നുള്ളത്. വൈകുന്നേരം കഴിഞ്ഞപ്പോൾ നല്ല സുഖമായിരുന്നു. ഞങ്ങളതോട്ട് രാവിലെ ഒരു നടന്ന് വെയിലായപ്പം പുറത്ത് പോയി വീണ്ടും ടിക്കറ്റ് എടുത്ത് രണ്ടാമത് കയറിയതാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ നോക്കാം. എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. ഇതാണ് അടുത്ത ഒരു സ്പോട്ട്. അതായത് കേവ് നമ്പർ 12. 1 മുതൽ 12 ബുദ്ധൻ, ഹിന്ദു, ജൈന അല്ലേ? ബുദ്ധ, ഹിന്ദു, ജൈന. അതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. എല്ലോറ കേവിൽ സെൻട്രൽ ആയിട്ടാണ് കൈലാസനാഥ ക്ഷേത്രം വരുന്നത്. അത് ഒരു സിംഗിൾ സ്റ്റോറി, സിംഗിൾ റോക്കിൽ കൊത്തിയെടുത്തിരിക്കുന്ന കല്ലല്ല, അമ്പലം. ഒരു ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്താണ്. അപ്പോൾ ഇത് 13. നെക്സ്റ്റ് 14. ഇത് കഴിഞ്ഞ് 14. യെസ് അതായത് കേവ് 13. അത് ഹാളിൽ മാത്രമേ ഉള്ളൂ 13. ഹാളിലോട്ട് വരാൻ പറയുമ്പോൾ കുട്ടികളെല്ലാം അങ്ങോട്ട് വരുമായിരിക്കും. സ്റ്റേജിൽ കുട്ടികളുണ്ടാവുമോ? കുട്ടികളുണ്ടാവുമായിരിക്കും അല്ലേ? ഇവിടെ എന്തെങ്കിലും ഡാമേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 രൂപ പിഴ വാങ്ങുമെന്ന് എഴുതി വെച്ചിരിക്കണം അവിടെ. കല്ല് നമ്മൾ എന്ത് ഡാമേജ് ചെയ്യാനാ? പിന്നെ ഇവരൊക്കെ ഓരോ കേവിലോട്ട് പോകുന്നത് 14, പിന്നെ അത് 15. 15 നമ്മൾ കയറി ഉണ്ടായിരുന്നു അല്ലേ? മറ്റു വീഡിയോയിൽ 15 ഉണ്ട് എന്നുള്ളതാണ്. 15 ഒരു കുട്ടി ഇരുന്ന് കരയുന്ന കുട്ടി 15. ഇത് 15. കൊച്ചിന് ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് കരയുന്നുണ്ട്. കൊച്ചിനെന്തെല്ലോറൊക്കെ കണ്ടോ, ചെരുപ്പൊക്കെ വലിച്ചെറിഞ്ഞു. ഓ ചേട്ടൻ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ വരുമ്പോൾ ഇവരെ കൊണ്ടുവരും. അതിൽ കയറി നമ്മൾ 16 അതിൽ കയറി. അതിലില്ലല്ലേ എപ്പോൾ നമ്മൾ എഴുതി നോക്കാം. നമ്മൾ ഇതിനുള്ളിൽ കൂടെ കയറിയിട്ട് അവിടെ സ്റ്റെപ്പിനുള്ളിൽ കൂടെ കയറി ചാടി കയറിയിട്ട് അപ്പുറത്തോടെ പോയിട്ടാണ് നമ്മൾ കൈലാസനാഥ ക്ഷേത്രത്തിലേക്ക് തോന്നുന്നു. നോക്കട്ടെ, ഇതിലല്ല കൈലാസനാഥ ക്ഷേത്രത്തിലേക്ക് കയറിയിട്ടുണ്ട്. ഓ അപ്പം കഴിഞ്ഞു. 15. ഇത് കേവ് നമ്പർ 16. 16 കഴിഞ്ഞാൽ കൈലാസനാഥോ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ 1 മുതൽ 16 വരെയാണ് ബുദ്ധിസ്റ്റ് കേവ്സ്. അവിടെ ഒരു കേവ് ഉണ്ട്. യെസ് കംപ്ലീറ്റ് തെലുഗു ഭാഷ, ഇംഗ്ലീഷ്, കന്നഡ, മലയാളം. കണ്ടോ, മലയാളമില്ല. മലയാളത്തിൽ മാത്രം അച്ചടിച്ചിട്ടില്ല. അത് ആ പുസ്തകം നമുക്ക് വേണ്ട. എന്തുകൊണ്ട് മലയാളത്തിൽ അച്ചടിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയും അതിൻ്റെ കേസും കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന മഹാത്ഭുതമായിട്ടുള്ള ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള കൈലാസനാഥ ക്ഷേത്രം.
ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ആർട്ടിഫിഷ്യൽ വ്യൂ ആണ്. നമ്മളതിൽ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്ത് തന്നെ അതെന്ന് തോന്നുന്നു അല്ലേ? എങ്കിലും ഒരിക്കൽ കൂടി കാണിക്കാം. കട്ട് ചെയ്ത് ഇറക്കിയിട്ട് നമ്മളതിൻ്റെ മേലെ നിന്നുള്ള വ്യൂ ഒക്കെ നമ്മൾ വേറൊരു വീഡിയോയിലുണ്ട് കേട്ടോ. വളരെ വളരെ മനോഹരമായിട്ടുള്ളൊരു സംഗതിയാണിത്. അതിനുശേഷം അപ്പുറത്തേക്ക് ജൈനസ് ടെമ്പിൾ. ജൈനസ് ടെമ്പിൾ നമുക്കധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് മൊബൈലിൽ ചാർജ് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടുന്ന് വെട്ടി ഇറക്കിക്കൊണ്ട് മുകളിൽ നിന്ന് പണിതിട്ടുള്ള ഒരു സ്ട്രക്ചർ ലോകത്ത് ആരും ട്രൈ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളൂ. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഗായ്സ്. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ?